കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ 2016 പിണറായി വിജയൻ സർക്കാർ ആദ്യമായിട്ട് അധികാരം ഏറ്റെടുത്ത ആ വർഷം മുതൽ എല്ലാ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കലാപരിപാടിയുണ്ട്. ആ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ആ പരിപാടി നടത്തുന്നത് മുസ്ലിം ലീഗാണ്. UDF ആണ് പ്രധാനപ്പെട്ട പ്രായോജകർ എങ്കിലും ലീഗാണ് നേരിട്ട് ആ പരിപാടി നടത്തുന്നത്. മനസ്സില്ലാ മനസ്സോടെ കോൺഗ്രസും ആ പരിപാടിക്കൊപ്പം കൂടാറുണ്ട്. ആ പരിപാടി എന്തെന്ന് പറഞ്ഞാൽ അത് +1 സീറ്റാണ്. +1 സീറ്റില്ല എന്നാണ് തുടർച്ചയായിട്ട് ലീഗിൻ്റെ ആക്ഷേപം. ലീഗ് തന്നെ ഈ പ്രക്ഷോഭം നേരിട്ട് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് വെച്ചാൽ ലീഗായിരുന്നു മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. ലീഗിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഭരണത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭരണം നല്ല ഒന്നാന്തരമായതുകൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല 10ാം ക്ലാസ്സിൻ്റെ പാസിംഗ് പെർസെൻറ്റേജിനെ കുറിച്ച് വരെ അന്ന് വലിയ വിവാദമുണ്ടായിരുന്നു. മാത്രമല്ല വലിയ ചർച്ചയുമായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അന്ന് പരീക്ഷ എഴുതാത്തവർ വരെ പാസ്സായി എന്നാണ് ആരോപണം. പക്ഷേ പാസ് ശതമാനത്തെക്കുറിച്ച് ആരോപണം എന്ന രീതിയിൽ മാറ്റിയിട്ട് ഇപ്പോഴും പാസ് ശതമാനം കൂടുന്ന സമയത്ത്, വിജയ ശതമാനം കൂടുന്ന സമയത്ത് വിവാദമുണ്ടാക്കാൻ വേണ്ടി ലീഗുകാർ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ ലീഗിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഭരണത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. ഇപ്പോൾ പക്ഷേ അത്തരം വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഇടതുപക്ഷം നല്ല ഒന്നാന്തരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിനകത്ത് പ്രൊഫസർ സി രവീന്ദ്രനാഥും രണ്ടാം പിണറായി സർക്കാരിനകത്ത് വി ശിവൻകുട്ടിയും നല്ല മികച്ച രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പരാതികളുമായിട്ട് ലീഗുകാർ വരുന്നുണ്ടെങ്കിലും പക്ഷേ ആ പരാതിയെല്ലാം വ്യക്തമായിട്ട് പരിഹരിക്കുകയും മാത്രമല്ല ഒരു പരാതിക്ക് പോലും ഇട കൊടുക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കാറുമുണ്ട്. പക്ഷേ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ സംസ്ഥാനത്ത് ലീഗുകാർക്ക് ഇരിക്കപ്പൊറുതിയില്ല. അത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെല്ലാം കാണുന്നതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് വ്യക്തമായിട്ട് സഭയിലടക്കം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവസാനം എല്ലാ അലോട്ട്മെൻറ്റ് പൂർത്തിയാകുമ്പോഴത്തേക്കും സീറ്റ് ബാക്കി വരാറുമുണ്ട്. തുടർച്ചയായിട്ട് ഇതിനെക്കുറിച്ച് പ്രക്ഷോഭം നടത്തുക എന്നുള്ളത് ലീഗിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്നാണ്. ലീഗിൻ്റെ പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നാണ് ഇതെന്ന് എടുത്ത് തന്നെ പറയുകയും ചെയ്യാം. പക്ഷേ ലീഗിൻ്റെ എല്ലാ സമരം പോലെ തന്നെ ഈ സമരം പലപ്പോഴും പൊളിയാറാണ് ഉള്ളത്. ഈ വർഷം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷം സീറ്റുകൾ കുറവാണെന്നാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. വലിയ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അങ്ങനെയാണോ കാര്യങ്ങൾ? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന് സർക്കാർ ഇത്തവണ വർദ്ധിപ്പിച്ചത് 73,724 അധിക സീറ്റാണ്. മാർജിനൽ സീറ്റ് വർധനവിലൂടെ 61,759 സീറ്റും മുൻ വർഷങ്ങളിലെ 178 താൽക്കാലിക ബാച്ചിലെ 11,965 സീറ്റും അനുവദിച്ചു. ഹയർ സെക്കൻഡറിയിലെ 4,33,231 സീറ്റും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ 33,030 സീറ്റുകളും ചേർത്ത് 4,66,261 സീറ്റാണ് ഉപരിപഠനത്തിന് അർഹരായവർക്ക് നിലവിലുള്ളത്. ITIയിൽ 61,429 പോളിടെക്നിക്കിന് 9,990 സീറ്റുണ്ട്. ഇതടക്കം 5,37,680 സീറ്റുകൾ ഉപരിപഠനത്തിനായിട്ട് സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്ത് സ്റ്റേറ്റ് സിലബസിൽ SSLC ജയിച്ചത് 4,25,563 വിദ്യാർത്ഥികളാണ്. CBSEയിൽ 60,272 പേരും ICSE 7,185 പേരും 10ാം ക്ലാസ് വിജയിച്ചു. ആകെ 4,93,020 പേരാണ് ഉപരിപഠനത്തിന് എത്തുന്നത്. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിൽ 30%, മറ്റ് സ്കൂളുകളിൽ 20% മാർജിനൽ സീറ്റാണ് വർദ്ധിപ്പിച്ചത്. ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് 10% മാർജിനിൽ സീറ്റ് വർധനവും നടത്തി. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെയും അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെയും സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% മാർജിനിൽ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഇടമായിട്ടുള്ള മലപ്പുറത്തേക്ക് നോക്കാം. മലപ്പുറത്ത് വിജയിച്ചത് 79,730 പേരാണ്. പക്ഷേ ലഭ്യമായ സീറ്റ് 80,190 ഇവിടെ 70,796 ഹയർ സെക്കൻഡറി സീറ്റുകൾ ലഭ്യമാണ്. ഇതിൽ സർക്കാർ സ്കൂളുകളിലെ 33,925 സീറ്റും എയ്ഡഡ് സ്കൂളുകളിലെ 25,765 സീറ്റും അൺഎയ്ഡഡ് സ്കൂളുകളിലെ 11,286 സീറ്റുമുണ്ട്. കൂടാതെ VHSE, ITI, പോളിടെക്നിക് തുടങ്ങിയ മേഖലകളിൽ 9,214 സീറ്റും ലഭ്യമാണ്. ആകെ 80,190 സീറ്റ് മലപ്പുറത്ത് മാത്രം ലഭ്യമാണ്. എന്ന് വെച്ചാൽ നിലവിലത്തെ പാസ്സായതിനേക്കാൾ 2,000-ഓളം അധികം സീറ്റ് മലപ്പുറത്ത് പല രീതികളായിട്ട് കൂടുതലാണ്.
അപ്പോൾ പറയുന്ന കാര്യം വെച്ചാൽ മലപ്പുറത്ത് ഉപരിപഠനത്തിന് സീറ്റ് കുറവാണെന്ന് പറഞ്ഞ ലീഗിൻ്റെ പ്രചാരണം വളരെ മോശമാണ്. അതല്ല സത്യം. വ്യക്തമായിട്ട് മന്ത്രി തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അവാസ്തവമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നടപടികളുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് സർക്കാരിന് കൂടെ നിൽക്കാതെ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാനാണ് മുസ്ലിം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ പ്രക്ഷോഭമായിട്ട് ലീഗ് സ്ഥിരമായിട്ട് രംഗത്തിറങ്ങാറുണ്ട്. ലീഗിന് സ്ഥിരം പരിപാടികളൊന്നും തന്നെയാണ് +1 സീറ്റ് പ്രക്ഷോഭം. അതിന് പിന്നിൽ വേറെ ഒരുപാട് ബിസിനസ് താല്പര്യം കൂടി ലീഗിന് ഉണ്ട് എന്ന കാര്യം എടുത്തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല സീറ്റ് വർധനമല്ല ബാച്ച് വർധനമാണ് ലീഗിന് വേണ്ടെന്ന് ലീഗ് എടുത്തന്നെ പറയുന്നുണ്ട്. അതിന് പിന്നിൽ വേറെ ബിസിനസ് താല്പര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ലീഗ് സ്ഥിരമായിട്ട് നടത്തുന്ന സമരമാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും ലീഗ് നടത്തുന്ന സമരം പോലെ തന്നെ ഇത് എല്ലാ പ്രാവശ്യവും പൊളിയാണ്. ഇത്തവണ അത് പൊളിയാനുള്ള സാധ്യതകളാണ് വളരെ കൂടുതലായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. മാത്രമല്ല വ്യക്തമായ കണക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിലത്തെ രീതിയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരെക്കാൾ കൂടുതൽ സീറ്റുകൾ സംസ്ഥാനത്ത് പല ഘട്ടങ്ങളായിട്ട് ഉണ്ട്. ഹയർ സെക്കൻഡറിയിലുണ്ട്, VHSCയിലുണ്ട്, പോളിടെക്നിക്കിലുണ്ട്, അങ്ങനെ ITയിലുണ്ട്. അങ്ങനെ നിലവിലത്തെ രീതിയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരെക്കാൾ കൂടുതൽ സീറ്റുകൾ സംസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം മറച്ചു വച്ചിട്ടാണ് ഇപ്പോൾ പ്രക്ഷോഭമായിട്ട് UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.